ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ട്രാവൽ ഇതേ ഇവിടെ തുടങ്ങാണ് കേട്ടോ. ഒന്ന് രണ്ട് വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിരുന്നു നാട്ടിലേക്ക് പോരാണ് എമർജൻസി ആയിട്ട് എന്നൊക്കെ. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സിറ്റ് കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഒരു ഡേറ്റ് തന്നായിരുന്നു അവർ. ഒരു മാസമാണ് നമുക്ക് പിന്നെ തരിക. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ നമ്മൾ ഈ കൺട്രിയിൽ നിന്ന് പോയിരിക്കണം എന്നാണ്. പിന്നെ വരണമെങ്കിൽ നമുക്ക് പുതിയ വിസ അടിച്ചിട്ട് വേണം, അതെല്ലാം ഓക്കെ ആയിട്ട് വേണം പോരാനായിട്ട്. അപ്പം ഞാൻ പോകുമ്പോൾ പൊന്നൂനും ഏട്ടനും എൻ്റെ കൂടെ വരുന്നില്ല. അവർ രണ്ടുപേരും ഇവിടെയാണ് നിൽക്കുന്നത്, ഞാനാണ് പോകുന്നത്. അപ്പോൾ പൊന്നു ഇവിടെ ഉള്ളതിൻ്റെ ബേസിലും കൂടി പറഞ്ഞിട്ടും കൂടിയാണ് വിസ പെട്ടെന്നാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് പൊന്നും ഏട്ടനും ഇവിടെ നിൽക്കുന്നത്. പിന്നെ പൊന്നുവിന് ക്ലാസ്സും ഉണ്ട്. ഇപ്പോൾ ഭയങ്കര വലിയ ക്ലാസ് അല്ല, നോർമൽ ചെറിയ കുട്ടിയാണല്ലോ, ഇപ്പോൾ കിൻഡർ ഗാർഡനിലൊക്കെയാണ്. എന്നിരുന്നാലും ഈ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് പിന്നെ അവളേനെയും കൊണ്ടുപോകാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 12:30 ആ ടൈമിനാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞങ്ങൾ പക്ഷേ ഒരു 3-3.5 മണിക്കൂർ മുന്നേ ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ചധികം നേരത്തെ മുന്നേ ഇറങ്ങിയായിരുന്നു. ഇവിടെ ഒരു 3 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഊബർ വിളിച്ചായിരുന്നു. അങ്ങനെ ഊബറിൽ നമ്മൾ വന്നു, എയർപോർട്ടിലെത്തി. ഇതാണ് നമ്മുടെ എയർപോർട്ട്. നമ്മുടെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം പേരിലുള്ള എയർപോർട്ടല്ല കേട്ടോ, തീരെ ചളിയായി പോയില്ലേ, സാരല്ലേ പോട്ടെ. അപ്പോൾ നമ്മൾ പ്രാഗ് എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് തന്നെയാണ് എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതായത് എക്സിറ്റ് അടിച്ചിട്ട് പോകുമ്പോൾ എനിക്കിന്ന് മാത്രമല്ല ആർക്കായാലും നമ്മൾ നിൽക്കുന്ന ആ സ്വന്തം കൺട്രിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതായത് വിസ നമ്മൾ വെച്ച് ഏത് കൺട്രിയിലേക്കാണോ വന്നത് ആ കൺട്രിയിലെ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ കയറേണ്ടത്. സോ ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ എയർപോർട്ട് പ്രാഗ് എയർപോർട്ടാണ്, അവിടെ നിന്നാണ് കയറേണ്ടത്. നേരെ അല്ലെങ്കിൽ നമുക്ക് വിയന്നേന്നോ അങ്ങനെയായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ഓൺ കൺട്രിയിലെ ഡെസ്റ്റിനേഷൻ ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വരുന്നത് പ്രാഗ് ടു പോളണ്ട്, ദെൻ ഡൽഹി, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാഗ് എയർപോർട്ടിലെത്തി. പിന്നെ കാലത്ത് ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങലും കാണലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കയറി. അപ്പോൾ ബില്ല സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് ഇറങ്ങുന്നവർക്കും പിന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവർക്കൊക്കെ അങ്ങനെ ഒരു സംവിധാനം സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടാവും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം, അതിനുള്ള പ്രൈസ് അവിടെ ആവും, അങ്ങനെയുള്ളൂ കേട്ടോ. പക്ഷേ എങ്ങനെയാണ് അത് ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ അത് കഴിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നടന്നു. പൊന്നുവിൻ്റെ വക പൊന്നുവിൻ്റെ സെലക്ഷനും ഏട്ടൻ്റെ വക ഏട്ടൻ്റെ സെലക്ഷനും. ഞാൻ പിന്നെ ക്യാമറമാനായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. ഒരു പെപ്സി, പിന്നെ ബ്രെഡ്, പിന്നെ ചിക്കൻ്റെ ഒരു സംഭവം, ഒരു പാക്കറ്റ് അതെൻ്റെ ബാഗിൽ വയ്ക്കാനായിട്ട്. ഇനി ഫ്ലൈറ്റിൽ നിന്ന് അങ്ങാനും ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു മുൻകരുതൽ കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ പതുക്കെ ബില്ലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അവിടെ KFC, മെക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പ്, അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് KFC വാങ്ങിച്ചു, 2 ചെറിയ ബക്കറ്റ് വാങ്ങിച്ചു KFC. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ നമുക്ക് വേറെ എന്താ പറയുക, നമ്മൾ പുറത്ത് കഴിക്കുന്ന പോലെ തന്നെ അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു വാങ്ങിച്ച എല്ലാ സാധനങ്ങൾക്കും. അങ്ങനെ ഞങ്ങൾ പതുക്കിയിരുന്ന് ആസ്വദിച്ച് അതൊക്കെ കഴിഞ്ഞു. എന്നാലും ചെറിയ ഉള്ളിൽ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തത് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ടെൻഷനല്ല, പൊന്നൂനെ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ പക്ഷേ ഓക്കെയാണ് കേട്ടോ. അവൾ ടെൻഷനോ വാശിയോ ഒന്നും തന്നെ ഇല്ല. ആൾ ഭയങ്കര ഓക്കെയാണ്. അമ്മ വിസ റെഡിയാക്കിയിട്ട് വായോ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആളുടെ ധൈര്യം എനിക്ക് ചെറിയൊരു ധൈര്യമല്ല. പിന്നെ ഏട്ടനും മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ടൈമായി. അപ്പോൾ എയർപോർട്ടിൽ അവിടെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടെ ഓപ്പറേറ്റിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കയറി പതുക്കെ എല്ലാ കാര്യങ്ങളും നോക്കി. പിന്നെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ പറഞ്ഞിരുന്നു വെയിറ്റ് കൂടുതലാണെന്ന്. ആകെ എനിക്ക് 7 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പക്ഷേ 9 കിലോനായിട്ടായിരുന്നു എൻ്റെ ആ ലഗേജിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിലുണ്ടായിരുന്ന 2 ചോക്ലേറ്റ് ഉണ്ട്, അത് തന്നെ ഉണ്ട് 1 കിലോ. അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. പിന്നെ വേറെ കുറേ ഒന്നും മാറ്റിയില്ല. ഇനി അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം നോക്കാമെന്നുള്ളൊരു വിചാരത്തിലാണ്, ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അങ്ങനെ പിന്നെ എല്ലാം ഓക്കെയായി, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങോട്ട് ഉള്ളിൽ കയറി. അവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ടോ. പിന്നെ എനിക്ക് ഓക്കെ ആയില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ
ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഓപ്പണും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി. ആ ഫ്രണ്ടാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ട ഫ്രണ്ട്. അയ്യോ കണ്ടില്ലേ, ഇനി വരാൻ പോകുന്ന ഫ്രണ്ട് അതാണ് കേട്ടോ. അവിടെ മീറ്റ് ചെയ്തതാണ്. ആൾ ജർമ്മനിയിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് വന്നതാണ്. പഞ്ചാബിലാണ് വീട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കമ്പനിയായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയി കയറി. നമ്മളവിടെ ചെന്നിരുന്ന് സെറ്റായി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ അവിടെ പോയി വെയിറ്റൊക്കെ നോക്കി. അപ്പോൾ സംഭവം വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, എന്നാൽ ലഗേജിലായിട്ട് വിടാം, ചെക്ക് ഇൻ ലഗേജായിട്ട് വിടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ വിട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അതിലും തമാശ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ പിന്നെ ഓർമ്മയില്ല. ആ സംഭവത്തിൽ ലോക്ക് പിടിക്കാനും പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ ആ ടൈമിൽ എന്തോ എനിക്കത് കിട്ടുന്നില്ല. കുറേയൊക്കെ ഞാൻ നോക്കി, അപ്പം തന്നെ യൂട്യൂബ് എടുത്ത് കുറച്ചൊക്കെ നോക്കി. പക്ഷേ അതങ്ങോട്ട് ആ വെപ്രാളം കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, അതങ്ങോട്ട് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ഒരു ചെറിയ ദൈവത്തിൻ്റെ ഒരു വെളിപാട് എന്ന് പറയുന്ന പോലെ ഒരു നമ്പർ എൻ്റെ മനസ്സിൽ വന്നു. ആ നമ്പർ ഞാൻ അങ്ങ് അടിച്ചു. അപ്പോൾ നമ്മുടെ പെട്ടി ഓപ്പണായി, അതിൻ്റെ ലോക്ക് ഓപ്പണായി കേട്ടോ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, സമാധാനമായി എനിക്ക്. അപ്പോൾ എന്നാൽ ചെക്ക് ഇൻ ലഗേജിൽ വിടാം എന്നുള്ളൊരു ധാരണയായിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അവർ വാങ്ങിച്ച് അത് സെറ്റ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ കയറാൻ പോയപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ പ്രത്യേകിച്ച് പിന്നെ ആരോടും ചോദിക്കാനും പോയില്ല, എൻ്റെ അടുത്ത് വാങ്ങിച്ചില്ല. അപ്പം ഞാൻ പിന്നെ ആ പെട്ടിയും കൊണ്ട് ഉള്ളിൽ കയറി അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ. അതല്ലാതെ മിക്കപ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, വീട്ടിൽ നിന്നാണെങ്കിലും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് എവിടേക്കെങ്കിലും പോകുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തണ എയർലൈൻ ലോട്ട് എയർലൈൻസാണ്. അത് ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു യുദ്ധം കാരണം കൊണ്ട് കുറേ ഫ്ലൈറ്റ്സൊക്കെ ക്യാൻസലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫ്ലൈറ്റ് ഇതാണ്. അപ്പോൾ അതിന് കുറച്ച് ഫെയർ കുറവുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഈ എയർലൈന് ചൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. പോളണ്ടിലേക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്കൊരു 1.5 മണിക്കൂറോ അത്രയും കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് അത്രയും പ്രശ്നം തോന്നിയില്ല. നമുക്ക് കാല് നിർത്തി വയ്ക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ടൈമല്ലേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് തിന്നാനൊന്നും കിട്ടിയില്ല. ആ കൂടി ജസ്റ്റ് ഒരു പെന്നിൻ്റെ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സമയം മാത്രം ആയതുകൊണ്ട് വേറെ എനിക്ക് ഇഷ്യൂസും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോയി. പിന്നെ പോളണ്ട് എയർപോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ, പക്ഷേ നമ്മുടെ എക്സിറ്റ് വന്നിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ കാർഡ് കുറച്ച് നേരം അവർ ചെക്ക് ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു വിസ എന്താണ് ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഓൾറെഡി എക്സിറ്റ് വിസ അടിച്ചിട്ടുണ്ട്, ഇത്രയും ദിവസം വരെ ഉണ്ട് അതിൽ വാലിഡിറ്റി. അപ്പോൾ നമ്മൾ അതിനുള്ളിലിട്ട് അങ്ങനെയെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെ ആയി. പക്ഷേ കുറച്ച് നേരം അവിടെ അവരിങ്ങനെ ചോദിച്ചായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ടെൻഷൻ ഉണ്ടാക്കാൻ അങ്ങനെ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നും ഓക്കെ ആയി. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്കൊരു വേറൊരു മലയാളി ഫ്രണ്ടിനെ കിട്ടിയായിരുന്നു കേട്ടോ. മുന്നേ കിട്ടിയ ഫ്രണ്ട് ഹിന്ദിക്കാരിയായിരുന്നു. പിന്നെ കിട്ടിയ ആൾ മലയാളിയായിരുന്നു കേട്ടോ. ആളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ 3 പേരും ഒരുമിച്ചായി പിന്നത്തെ യാത്ര. ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് വലിയ ഫ്ലൈറ്റായിരുന്നു. ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ഭയങ്കര എന്തോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നോൺ വെജൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും കിട്ടിയില്ല. പരിപ്പും ചോറും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ചീരലൊക്കെയാണ് കേട്ടോ. അങ്ങനെ പോന്നു. പിന്നെ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഡൽഹി എയർപോർട്ടിൽ ഇതാണ് ആ ഫ്രണ്ട് കേട്ടോ. ഡൽഹി എയർപോർട്ടിലെത്തി. പിന്നെ നമുക്ക് എക്സിറ്റാണ് അവിടെ നിന്ന് പിന്നെ പോവാം. പിന്നെ വേറെ അവിടെ വെയിറ്റിങ്ങും കാര്യങ്ങളും വേറെ ഫ്ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ നേരെ ഇറങ്ങി ഡൽഹി എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. ഭാരത് ടാക്സിയുടെ വണ്ടിയാണ് കേട്ടോ നമ്മളെടുത്തത്. വേറെ കുറേ പേരിങ്ങനെ ഇത്ര രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷേ അതൊന്നും എടുക്കരുത്. ഭാരത് ടാക്സിയുടെ നമ്മളവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഓഫീസ് പോലെയുണ്ട്. അവിടെ പോയിട്ട് അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോകാം. പിന്നെ നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോഴും കാലത്ത് ഇവിടെ എത്താൻ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളെടുത്തത്. പിന്നെ ഈ വൈകുന്നേരം ട്രാവൽ ചെയ്യുമ്പോഴത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. പിന്നെ ആ കിട്ടിയ ഓട്ടോയിലായാലും ഞാൻ ലൊക്കേഷനൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഇരുന്നായിരുന്നത്. നമുക്കൊരു പേടി കാരണം കൊണ്ട് കേട്ടോ. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഡ്രൈവറാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ തട്ടി എണിപ്പിച്ചു ആളെ, ഉറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എത്തി. ഒരു 30 മിനിറ്റിൻ്റെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വൈഫ് ഇവിടെ താമസിക്കുന്നുണ്ട്. ആൾ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ ക്വാർട്ടേഴ്സിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അങ്ങനെ സേഫായിട്ട് കുഴപ്പമില്ലാണ്ട് എത്തിയിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.